ഹലോ അസ്സാം വലൈക്കും. അങ്ങനത്തെ ചെങ്കോട്ട അറിയണ ഈ റെഡ് ഫോർട്ട് കാണാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഈ തന്ത എൻ്റെ പുഷിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം. അപ്പോൾ ഒക്കെ ആന്നിട്ട് റേറ്റ് കേട്ടപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു, പക്ഷേ വേണ്ട ഇട്ടോളി, വേണ്ട, നമുക്കിങ്ങനെ നടന്ന് കാണാമെന്ന്. അപ്പം നടക്കാൻ വയ്യാനിട്ടേ അവിടെയൊക്കെ കുഴഞ്ഞ് നിൽക്കുന്നത് അവിടെ ഇങ്ങനെ തന്നെ ഈ മനുഷ്യൻ കാട്ടുക. എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും വണ്ടി കിട്ടുമോ നോക്കും, എന്നിട്ടൊന്നുകൊണ്ട് ഓടിച്ച് കറങ്ങി കണ്ടിട്ട് കണ്ടില്ലേന്ന് അറിയും. ഇതന്നെ സ്ഥിരം പരിപാടി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വിട്ടില്ല കേട്ടോ, നടന്ന് കാണാറുന്നു. 2 അടി നടക്കാം. പക്ഷെ ഞാൻ അവിടെ ചടച്ചിടും. ഞാൻ വലിയ ആളായിട്ട് നോക്ക് ഇതിൻ്റെ എന്താ പറയുക, ജയിലൊക്കെയാണ് കാണണം കേട്ടോ. ശരി, കഥ പറയണതിൻ്റെ ഇടയിൽ അതൊക്കെ പറയാൻ മറന്നു. ഞാൻ കഥ പറയും, നിങ്ങളിതിങ്ങനെ കാണുമ്പോൾ ഊഹിച്ചോളി കേട്ടോ, ഇത് ഇന്നതാണ് സംഭവം എന്നൊക്കെ. ഇത് റെഡ് ഫോർട്ടാണ്, രാജ്ഘട്ടിന്ന് ഞാൻ അവിടെ എഴുതി വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാജ്ഘട്ടാണിതെന്ന്. പക്ഷെ ഫോട്ടോ എടുക്കണം അതിൻ്റെ ഇടയിൽ, എൻ്റെ ഫോട്ടോ എടുക്കുക കേട്ടോ. ആ ഫോട്ടോ ആണിത്. അത് ശരി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഏതെങ്കിലും കിട്ടിയ വണ്ടിയിൽ മൊത്തത്തിലൊന്നുകൊണ്ട് കറങ്ങിയിട്ട് കണ്ടില്ലേ ഇനി പോവാറ് സ്ഥിരം പരിപാടിയാണ് ഇത്. എടോ, ഇതൊരു ലോകമാണ് കേട്ടോ, ഇതൊരു ഒന്നൊന്നര ലോകമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ എന്താ പറയുക, ആർച്ച് പോലെ കുറേ ഗുഹകൾ പോലെ. ഞാൻ അങ്ങനെ സെൽഫി എടുത്തും വീഡിയോസ് എടുത്തും നടക്കണം കേട്ടോ. എൻ്റെ കുശി വലിഞ്ഞ് നടക്കും, എന്നിട്ട് അവിടെ ഇങ്ങനെ കിതച്ച് നിൽക്കും ഞാൻ കാത്തിട്ട്. അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ വീണ്ടും എൻ്റെ കുശി മുന്നിൽ ഓടും. കണ്ടോ ഓടുന്നത്, എന്നെ കാത്തു നിൽക്കൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്ത് കിടന്നപ്പോൾ ഇവിടെ വേറൊരു ലോകം. ഇത് 925-ത്തെ ജ്വല്ലറി, 925-ത്തെ സിൽവർ ജ്വല്ലറി. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എത്ര അങ്ങാനും വിദേശികളാണെന്നോ. ഇതൊരു മ്യൂസിയമാണ്, പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയില്ല കേട്ടോ. അപ്പോൾ ബാക്കി വേറെ കാണിച്ചു തരാൻ.